ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ റസ്മിൻ ഭായിയെ കുറിച്ചാണ്. റസ്മിൻ ഭായി ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാ വീഡിയോയും കാണണം കേട്ടോ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഒരു ചെറിയൊരു സഹായം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, റസ്മിൻ ഭായ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെ പാപ്പ അവിടെ വന്നിട്ട് മാലയൊക്കെ ഊരിയല്ലോ, ഗബ്രി എടുത്ത മാലയൊക്കെ ഊരിയല്ലോ. പിന്നെ എന്നിട്ട് വേറെ മാലയൊക്കെ ഇട്ട് കൊടുത്തല്ലോ. അതൊക്കെ പിന്നെ അവിടെ ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പം അതൊക്കെ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രേക്ഷകർ കൂടെ ആഗ്രഹിച്ച കാര്യമാണ് അവരുടെ പാപ്പ അവിടെ ചെയ്തതെന്നാണ് പറഞ്ഞത്. എല്ലാവരും ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഒരു മകള് എങ്ങനെ പോകണമെന്ന്, ഒരു നേർവഴിക്ക് പോകാൻ വേണ്ടി എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. അതാണ് അവരുദ്ദേശിച്ചത്. പിന്നെ പറഞ്ഞത് ജിൻഡോ ബ്രോയെ കുറിച്ചാണ്. ജിൻഡോ ബ്രോ സപ്പോർട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുള്ളി നെഗറ്റീവാണ് എന്നും പറയുന്നത്. പിന്നെ കൂടുതലും ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചും, ജാസ്മിൻ ഗബ്രിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് കൂടുതലും അവർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണമാണ്, ജാസ്മിനായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് നമ്മുടെ ഗബ്രി പുറത്തായി, ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഈ ഗബ്രി പുറത്ത് പോകുന്നു ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ജാസ്മിൻ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പണി കിട്ടി എന്നും പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് രണ്ടുപേരും ഗെയിം കളിക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും എപ്പോഴും വഴക്കുണ്ടാക്കും. ഇവർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും വഴക്കുണ്ടാക്കാനും ഏറ്റവും കൂടുതൽ ഇവർ തമ്മിലായിരുന്നു ജാസ്മിനും ഗബ്രി ആയിട്ടാണ് വഴക്കുണ്ടാക്കുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇവർ പുറത്തുനിന്ന് വന്ന് ഇതെല്ലാം ചെയ്തിട്ടാണ് വന്നത് എന്നും നമ്മുടെ റസ്മിൻ ഭായ് പറയുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, അവിടെ ഇരുന്നപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് റസ്മിൻ. ആ റസ്മിനാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഓരോരോ ബുദ്ധി തോന്നുമ്പോൾ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് റസ്മിനായിരുന്നു. പിന്നെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഈ ശ്രീധുവിനെ അർജുനൻ വെച്ച് എന്തെങ്കിലും പറയുമ്പോൾ ശ്രീധുവിന് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു. അത് നമുക്കെല്ലാം അറിയാം. ശ്രീധുവിനെ അർജുനൻ വെച്ചാണെങ്കിൽ എന്തെങ്കിലും കേൾക്കണം. ശ്രീധു പിന്നെ അവരോട് എന്താണ് എന്നൊക്കെ ചോദിച്ച് കുറച്ച് ദേഷ്യപ്പെടുന്നതൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ജാസ്മിനെയും ഗബ്രിയെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത്. പിന്നെ ഈ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നും പറയുന്നുണ്ട്. ഇവരൊറ്റയ്ക്ക് കളിക്കുമായിരുന്നു, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്